കാശ്മീർ താഴ്വര വീണ്ടും അശാന്തമാവുകയാണ്. ഭീകരപ്രവർത്തനങ്ങളുടെ വിളനിലമായി കാശ്മീർ മാറിയ 1990കളിലേതിന് സമാനമായ സ്ഥിതിവിശേഷമാണ് അവിടെ ഇപ്പോഴുള്ളത്. പാക് പിന്തുണയോടെ സംഘടിത ഭീകരത ശക്തിപ്പെട്ടതിന് ശേഷമുള്ള ഏറ്റവും വലിയ കൂട്ടക്കുരുതിയാണ് കഴിഞ്ഞ ഫെബ്രുവരി 14-ന് പുൽവാമ ജില്ലയിലുണ്ടായത്. ജമ്മു ശ്രീനഗർ ദേശീയപാതയിൽ അവന്തിപുരയ്ക്കടുത്തുള്ള ലത്പുരയിൽ CRPF വാഹന വ്യൂഹത്തിന് നേരെ പുൽവാമ സ്വദേശി ആദിൽ അഹമ്മദ് ധർ എന്ന ജെയ്ഷെ ഇ മുഹമ്മദ് ഭീകരൻ നടത്തിയ കാർ ബോംബ് സ്ഫോടനത്തിൽ 40 CRPF ജവാന്മാർ വീരമൃത്യു വരിച്ചു. വാഹന വ്യൂഹത്തിലേക്ക് സ്ഫോടക വസ്തു നിറച്ച കാർ ഇടിച്ചു കയറ്റുകയായിരുന്നു. ആക്രമണത്തിന്റെ ഉത്തരവാദിത്വം പാക് ഭീകര സംഘടനയായ ജെയ്ഷെ ഇ മുഹമ്മദ് ഏറ്റെടുത്തു. പുൽവാമ ഭീകരാക്രമണം ഇന്ത്യ പാക് ബന്ധങ്ങളെയും മേഖലയുടെ സുരക്ഷിതത്വത്തെയും അപകടപ്പെടുത്തുന്ന നിലയിലേക്ക് വളർന്നിരിക്കുന്നു. ആക്രമണങ്ങളെ തുടർന്ന് സൈനിക നയതന്ത്ര തലങ്ങളിൽ ശക്തമായ പ്രതികരണങ്ങളാണ് ഇന്ത്യയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത്. സൈന്യത്തിന് ഉചിതമായ നടപടികൾ സ്വീകരിക്കാനും തിരിച്ചടിക്കുവാനും പൂർണ്ണമായ സ്വാതന്ത്ര്യം നൽകുകയാണെന്ന് പ്രധാനമന്ത്രി പ്രഖ്യാപിച്ചു. പാക് സ്ഥാനപതി സൊഹൈൽ മഹ്മൂദിനെ വിളിച്ചുവരുത്തി പ്രതിഷേധമറിയിച്ചു. പാകിസ്ഥാന് നൽകിയ സൗഹൃദ രാഷ്ട്ര പദവി പിൻവലിച്ചു. ചർച്ചയുടെ അധ്യായം അവസാനിച്ചതായി ഫെബ്രുവരി 19-ന് പ്രധാനമന്ത്രി പറഞ്ഞു. ന്യൂഡൽഹിയിലെ അർജന്റീന പ്രസിഡന്റ് മൗറീഷ്യോ മാക്രിയുമായി നടത്തിയ പ്രതിനിധിതല ചർച്ചയ്ക്ക് ശേഷം പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിലാണ് പ്രധാനമന്ത്രി ഇക്കാര്യം വ്യക്തമാക്കിയത്. ഭീകരതയെയും ഭീകരതയെ പിന്തുണയ്ക്കുന്നവരെയും ഇല്ലാതാക്കാൻ അന്താരാഷ്ട്ര സമൂഹം ഒന്നിക്കേണ്ടതിന്റെ അനിവാര്യതയാണ് പുൽവാമ ഭീകരാക്രമണം വെളിവാക്കുന്നതെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു. അന്താരാഷ്ട്ര തലത്തിൽ പ്രമുഖ രാജ്യങ്ങളെല്ലാം ഇന്ത്യക്ക് പിന്തുണ പ്രഖ്യാപിച്ചു. യുദ്ധസമാനമായ സാഹചര്യം ഇന്ത്യ പാക് ബന്ധങ്ങളിൽ നിലനിൽക്കുന്നതിനാൽ പ്രശ്നങ്ങൾ ചർച്ചയിലൂടെ പരിഹരിക്കണമെന്നും ഇരു രാജ്യങ്ങളും സംയമനം പാലിക്കണമെന്നും ചൈന വ്യക്തമാക്കി. ഭീകരാക്രമണത്തെ ശക്തമായ ഭാഷയിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അപലപിച്ചു. ഇന്ത്യ പാക് ബന്ധം സംഘർഷാത്മകമായ സാഹചര്യത്തിൽ ഭീകരതയ്ക്കെതിരെ ഇരു രാജ്യങ്ങളും ഒരുമിച്ചു നീങ്ങുന്നതാണ് സന്തോഷമെന്ന് ട്രംപ് വ്യക്തമാക്കി. പുൽവാമ ആക്രമണത്തിനു ശേഷം ഇന്ത്യയെ പിന്തുണച്ച US ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് ജോൺ ബോൾട്ടൺ ആക്രമണത്തെ പ്രതിരോധിക്കാനുള്ള അവകാശം ഇന്ത്യക്കുണ്ടെന്ന് അഭിപ്രായപ്പെട്ടു. പാകിസ്ഥാൻ ഭീകര സംഘടനകളെ പിന്തുണയ്ക്കുന്നത് അവസാനിപ്പിക്കണമെന്നും ജെയ്ഷെ ഇ മുഹമ്മദിനെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്നും US സ്റ്റേറ്റ് സെക്രട്ടറി മൈക്കൽ പോംപെ ആവശ്യപ്പെട്ടു. ഇസ്രായേൽ, യൂറോപ്യൻ യൂണിയൻ, ബ്രിട്ടൻ, ഫ്രാൻസ്, ജപ്പാൻ, റഷ്യ എന്നിങ്ങനെ പ്രമുഖ രാജ്യങ്ങളെല്ലാം ഇന്ത്യക്ക് ശക്തമായ പിന്തുണയാണ് നൽകുന്നത്. ഇത് പാകിസ്ഥാനുമായി യുദ്ധം ചെയ്യാനുള്ള ലൈസൻസ് അല്ല, മറിച്ച് ഭീകരരെ ഒറ്റക്കെട്ടായി നേരിടാനും സമാധാനം ഉറപ്പുവരുത്താനുമുള്ള താൽപര്യത്തിന്റെ പ്രതിഫലനമാണ്. പുൽവാമ ആക്രമണത്തിന് പിന്നിൽ പാക് സൈന്യവും ISIയുമാണെന്ന് രഹസ്യാന്വേഷണ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇന്ത്യൻ സൈന്യം സ്ഥിരീകരിച്ചു. പാകിസ്ഥാന്റെ ബോർഡർ ആക്ഷൻ ടീമിൽ ജെയ്ഷെ ഇ മുഹമ്മദ് ഭീകരർ മുൻനിര പോരാളികളായി പങ്കെടുക്കുന്നുണ്ട്. ജെയ്ഷെ ഇ മുഹമ്മദ് തലവൻ മൗലാന മസൂദ് അഷർ പാക് സൈനിക ആശുപത്രിയിൽ നിന്നാണ് പുൽവാമ ഭീകരാക്രമണത്തിന് ഉത്തരവ് നൽകിയത്. മാത്രമല്ല, പാകിസ്ഥാനിലെ മുഖ്യധാര രാഷ്ട്രീയത്തിൽ മസൂദ് അസർ സജീവ സാന്നിധ്യവുമാണ്. ജെയ്ഷെ ഇ മുഹമ്മദിന്റെ പരിശീലന കേന്ദ്രങ്ങളും ആസ്ഥാനവും പാകിസ്ഥാനിലാണ്. സൈന്യത്തിന്റെയും ISIയുടെയും സംരക്ഷണയിൽ പാകിസ്ഥാനിൽ സ്വതന്ത്രമായി പ്രവർത്തിക്കുന്ന ഈ ഭീകര സംഘടനയെ നിയന്ത്രിക്കാൻ ഫലപ്രദമായ നടപടികളൊന്നും പാക് സിവിലിയൻ സർക്കാർ സ്വീകരിക്കുന്നില്ല. കഴിഞ്ഞ പൊതുതെരഞ്ഞെടുപ്പിൽ ഇമ്രാൻഖാന് മൗലാന മസൂദ് അസർ പരസ്യ പിന്തുണ നൽകിയിരുന്ന കാര്യം ഇതോടൊപ്പം കൂട്ടിവായിക്കേണ്ടതാണ്. മസൂദിനെ ആഗോള ഭീകരനായി പ്രഖ്യാപിക്കാനുള്ള ഇന്ത്യൻ ശ്രമങ്ങൾ ഇതുവരെ വിജയിച്ചിട്ടില്ല. പാകിസ്ഥാന്റെ പ്രതിരോധത്തോടൊപ്പം ചൈനയുടെ നിലപാടും ഇക്കാര്യത്തിൽ മസൂദിന് തുണയാവുകയാണ്. പാക് പഞ്ചാബിലെ ബഹവൽപൂർ ആസ്ഥാനമായി 2000 മുതൽ പ്രവർത്തിച്ചു വരുന്ന ജെയ്ഷെ ഇ മുഹമ്മദ് അഥവാ മുഹമ്മദിന്റെ സേന കശ്മീർ ഭീകര സംഘങ്ങളിൽ ഏറ്റവും അപകടകാരികളാണ്. കശ്മീരിനെ ഇന്ത്യയിൽ നിന്ന് വേർപെടുത്തി പാകിസ്ഥാനിൽ ചേർക്കുക എന്ന പ്രഖ്യാപിത ലക്ഷ്യവുമായി
നിരവധി ഭീകരാക്രമണങ്ങൾ ഇവർ ഇതിനകം നടത്തിക്കഴിഞ്ഞു. മറ്റ് കാശ്മീർ ഭീകര സംഘങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി പ്രാദേശിക രാഷ്ട്രീയത്തിൽ സജീവമായി ഇടപെടുന്ന ഈ ദിയോബന്ദി ജിഹാദി സംഘടനയ്ക്ക് പാക് സിവിൽ സമൂഹത്തിൽ നിർണായക സ്വാധീനമുണ്ട്. മൗലാന മസൂദ് അസറിന് പാകിസ്ഥാനിലെ മതയാഥാസ്ഥിതികരിലും പൊതുസമൂഹത്തിലുമുള്ള സ്വാധീനം സിവിലിയൻ സർക്കാരിനെ പലപ്പോഴും പ്രതിസന്ധിയിലാക്കിയിട്ടുണ്ട്. താലിബാൻ, അൽ ഖ്വയ്ദ, ഇസ്ലാമിക് സ്റ്റേറ്റ് എന്നീ ഭീകര സംഘങ്ങളുമായി അവർക്ക് അടുത്ത ബന്ധമുണ്ട്. സിറിയ, ഇറാഖ് മേഖലയിൽ നിന്ന് പുറന്തള്ളപ്പെട്ട ഇസ്ലാമിക് സ്റ്റേറ്റ് ഭീകരരുടെ സാന്നിധ്യവും പരിശീലനവുമാണ് ഇന്ത്യൻ സൈനിക കേന്ദ്രങ്ങളെ കൃത്യതയോടെ ആക്രമിക്കാൻ അവരെ പ്രാപ്തരാക്കുന്നത്. 2001 ഒക്ടോബറിലെ ജമ്മു കാശ്മീർ നിയമസഭാ ആക്രമണം, 2001 ഡിസംബറിലെ പാർലമെന്റ് ആക്രമണം എന്നിവയിൽ ജെയ്ഷെ ഇ മുഹമ്മദ് പങ്കെടുത്തു. 2016 പത്താൻകോട്ട് വ്യോമകേന്ദ്രം ആക്രമണം, ഉറി ആക്രമണം എന്നിവ നടത്തിയത് ജെയ്ഷെ ഇ മുഹമ്മദ് ആണ്. എന്നാൽ 2000 ഏപ്രിൽ 20 കശ്മീരിലെ ആർമി ബാരക്സ് ആക്രമിച്ചതിനു ശേഷം 18 വർഷങ്ങൾക്ക് ശേഷമാണ് അവർ മറ്റൊരു ചാവേറാക്രമണം നടത്തുന്നത്. അതും കൃത്യതയോടെ കനത്ത പ്രഹരം നൽകിക്കൊണ്ട്. അതുകൊണ്ട് പുൽവാമ ചവേർ ആക്രമണം ജെയ്ഷെ ഇ മുഹമ്മദിന്റെ രീതിമാറ്റത്തിന്റെ സൂചന കൂടി നൽകുന്നുണ്ട്. ഭീകര സംഘടനകൾ പാകിസ്ഥാന്റെ നിയന്ത്രണത്തിലല്ലെന്ന സ്ഥിരം ന്യായമാണ് പാക് നേതാക്കളും സൈന്യവും ആവർത്തിക്കുന്നത്. പാകിസ്ഥാനെതിരെ തെളിവ് നൽകിയാൽ നടപടിയെടുക്കാമെന്ന് ഇമ്രാൻഖാൻ വ്യക്തമാക്കി. വിഷയത്തിൽ അദ്ദേഹത്തിന്റെ ആദ്യ പ്രതികരണമാണിത്. ഇന്ത്യ തെളിവില്ലാതെയാണ് പാകിസ്ഥാനെ കുറ്റപ്പെടുത്തുന്നതെന്നാണ് ഇമ്രാന്റെ വാദം. ആക്രമണത്തിന് ഇന്ത്യ ശ്രമിച്ചാൽ തിരിച്ചടിക്കുമെന്നും യുദ്ധം തുടങ്ങാൻ എളുപ്പവും അവസാനിപ്പിക്കുവാൻ പ്രയാസവുമാണെന്നും ഇമ്രാൻഖാൻ പറഞ്ഞു. കാശ്മീരിലെ ഭീകരവാദം അവിടെ മുളപൊട്ടിയ പ്രതിഭാസമല്ല. പണവും പരിശീലനവും പ്രത്യയശാസ്ത്ര പ്രബോധവും നൽകി പാകിസ്ഥാൻ നട്ടുനനച്ച് വളർത്തിയതാണ്. എന്നാൽ പാകിസ്ഥാന്റെ ഭീകര ശൃംഖലയിലേക്ക് കശ്മീരി യുവാക്കൾ ചേരാതിരിക്കാനുള്ള മുൻകരുതൽ ഭാരതത്തിനുണ്ടാകണം. ഇക്കാര്യത്തിൽ വീഴ്ച സംഭവിച്ചിട്ടുണ്ടെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. 2014 53 യുവാക്കളാണ് ഭീകരതയിലേക്ക് തിരിഞ്ഞതെങ്കിൽ 2018 191 പേരായി വർദ്ധിച്ചു. തൃണമൂല തലത്തിൽ ജനാധിപത്യ പ്രക്രിയയുടെ വ്യാപനവും സമഗ്ര വികസനവുമാണ് ഇത് തടയാനുള്ള പോംവഴി. ടെറർ ഇൻഫ്രാസ്ട്രക്ചർ തുടച്ചു നീക്കാനുള്ള ശേഷി നമ്മുടെ സൈന്യത്തിനും രഹസ്യാന്വേഷണ വിഭാഗങ്ങൾക്കുമുണ്ട്. എന്നാൽ മതഭീകരവാദത്തിന്റെ പ്രത്യയശാസ്ത്രത്തിലേക്ക് യുവാക്കൾ, വിശിഷ്യ കൗമാരക്കാർ ആകർഷിക്കപ്പെടാതിരിക്കാനുള്ള നമ്മുടെ പദ്ധതികൾ ദുർബലമാണ്. ഭാരതത്തിന്റെ ലോലശക്തി ഫലപ്രദമായി ഉപയോഗിച്ചുകൊണ്ട് മാത്രമേ ഇത് സാധിക്കൂ. ഇക്കാര്യത്തിൽ ഇന്ത്യ, പാകിസ്ഥാൻ എന്നീ ദ്വന്ദ്ങ്ങൾക്കൊപ്പം കശ്മീരികളെ കൂടി വിശ്വാസത്തിലെടുക്കണം. ഭീകരവാദികൾ കാശ്മീരിൽ സൂക്ഷ്മ ന്യൂനപക്ഷമാണ്. ഇവരെ ഇല്ലായ്മ ചെയ്യാനുള്ള സൈനിക നടപടികൾ കൃത്യതയോടെ നടപ്പാക്കുക തന്നെ വേണം. ഒപ്പം പാകിസ്ഥാനുമായും വിവിധ സംഘടനകളുമായും ചർച്ചയ്ക്കുള്ള വാതിൽ തുറന്നിടാതെ തരമില്ല. 1947 പേൾ ഹാർബർ ആക്രമണത്തിന് ശേഷം അമേരിക്കൻ മണ്ണിൽ ആദ്യമായി യുദ്ധമെത്തിച്ച താലിബാൻ, അൽ ഖ്വയ്ദ സംഘവുമായി അമേരിക്ക നേരിട്ട് ചർച്ചകൾ നടത്തി വരുന്നത് നാം കാണാതിരുന്നുകൂടാ. അമേരിക്കൻ സൈനിക സാന്നിധ്യം അഫ്ഗാനിസ്ഥാനിൽ നിർണായകമായി കുറഞ്ഞതോടെ താലിബാൻ ശാക്തീകരിക്കപ്പെട്ടിരിക്കുന്നു. അമേരിക്കൻ സൈന്യം പൂർണ്ണമായി പിൻവാങ്ങുന്നതോടെ താലിബാൻ ഭരണം പിടിക്കാനുള്ള സാധ്യതയാണ് നിലനിൽക്കുന്നത്. പാക് അഫ്ഗാൻ അതിർത്തി മേഖലകൾ താലിബാൻ നിയന്ത്രണത്തിലായതോടെ പാക് സൈന്യത്തിനും ISIക്കും ഇന്ത്യൻ അതിർത്തിയിൽ കേന്ദ്രീകരിക്കാൻ സാധിക്കുന്നുണ്ട്. ഇതോടൊപ്പം പാക് താലിബാൻ, ഹഖാനി ശൃംഖല അടക്കമുള്ള ഭീകരവാദികൾ സർക്കാർ വിരുദ്ധ നിലപാട് മയപ്പെടുത്തിയും പാകിസ്ഥാന് തുണയായി. അമേരിക്ക പൂർണ്ണമായും കൈയൊഴിഞ്ഞെങ്കിലും ഈ സാഹചര്യത്തെ അതിജീവിക്കാൻ ചൈനയുടെ സാമ്പത്തിക, സൈനിക, നയതന്ത്ര പിന്തുണ മൂലം പാകിസ്ഥാന് കഴിയുന്നുണ്ട്. ബലൂചിസ്ഥാൻ പ്രവിശ്യയിലും പാക് നിയന്ത്രിത കാശ്മീരിന്റെ ഭാഗമായ ഗിൽജിത്, ബാൾട്ടിസ്ഥാൻ മേഖലയിലും ചൈനയുടെ വ്യാപാര ലക്ഷ്യങ്ങൾക്ക് നേരെയുണ്ടാകുന്ന ആക്രമണങ്ങളെ ചെറുക്കാൻ ചൈന സൈനിക സഹായവും ഇന്റലിജൻസും നൽകുന്നുണ്ട്. റഷ്യയാകട്ടെ ഇന്ത്യയോടുള്ള സൗഹൃദം നിലനിർത്തിക്കൊണ്ടുതന്നെ പാകിസ്ഥാന് ആയുധങ്ങൾ കൈമാറാനുള്ള ഉടമ്പടിയിൽ ഒപ്പിട്ടിട്ടുമുണ്ട്. ചൈനയുടെ ശക്തമായ പിന്തുണയും റഷ്യയുടെ മൃദുനയവും പാകിസ്ഥാൻ മേഖലയിലെ ശാക്തിക ബലാബലത്തിൽ അനുകൂലമായ ഘടകങ്ങളാണ്. പാകിസ്ഥാനിലെ ഭീകര സംഘങ്ങൾക്കു നേരെ അന്താരാഷ്ട്ര തലത്തിൽ നടപടിയെടുക്കുന്നതിന് ചൈനയുടെ പിന്തുണ തടസ്സമാവുന്നുണ്ട്. 2016 ജനുവരിയിലുണ്ടായ പത്താൻകോട്ട് ഭീകരാക്രമണത്തെ തുടർന്ന് മസൂദ് അസ്ഹറിനെ ആഗോള ഭീകരനായി പ്രഖ്യാപിക്കണമെന്ന ആവശ്യം ഇന്ത്യ രക്ഷാസമിതിയിൽ ഉന്നയിച്ചിരുന്നു. അമേരിക്കയും ബ്രിട്ടനും ഫ്രാൻസും പിന്തുണച്ചെങ്കിലും ചൈനയുടെ വീറ്റോ പ്രയോഗത്തിൽ ഇന്ത്യയുടെ ആവശ്യം നിരാകരിക്കപ്പെട്ടു. പുൽവാമ ആക്രമണത്തിൽ ചൈന അഗാധ ദുഃഖം രേഖപ്പെടുത്തിയെങ്കിലും
മസൂദിനെ ആഗോള ഭീകരരുടെ പട്ടികയിൽപ്പെടുത്തണമെന്ന ആവശ്യം ഇത്തവണയും തള്ളി. ഇക്കാര്യത്തിൽ ചൈനയുമായി നയതന്ത്ര ബലത്തിൽ സമ്മർദ്ദം ശക്തിപ്പെടുത്തണം. താലിബാൻ അൽ-ഖ്വയ്ദ പിന്തുണയുള്ള കോടാലി സംഘങ്ങൾ എന്നറിയപ്പെടുന്ന ഉയ്ഗൂർ ഭീകരവാദികൾ ചൈനയുടെ സിൻജിയാങ് പ്രവിശ്യയിൽ ഉണ്ടാക്കുന്ന സംഘർഷങ്ങളും ആക്രമണങ്ങളും ചൈനയ്ക്ക് വൻ ഭീഷണിയാണ്. പാക് അഫ്ഗാൻ അതിർത്തിയിലെ ഭീകരവാദ കേന്ദ്രങ്ങളിൽ നിന്നാണ് ഇവർക്ക് പരിശീലനവും പണവും ലഭിക്കുന്നത്. ചൈനയുടെ കാര്യത്തിൽ ഇത്തരം ഘടകങ്ങളെ യോജിച്ച പ്രതിരോധത്തിന്റെ സാധ്യതയിലേക്ക് കണ്ണു ചേർക്കാനുള്ള നടപടികളാണ് ആവശ്യം. ഇന്ത്യൻ മാർക്കറ്റിനെ ഒഴിവാക്കി ചൈനയ്ക്ക് വികസന കുതിപ്പ് അസാധ്യമാണെന്നിരിക്കെ ശാസ്ത്രീയമായ സമ്മർദ്ദ തന്ത്രങ്ങളും നയതന്ത്ര നീക്കങ്ങളും ഇന്ത്യയുടെ ഭാഗത്തു നിന്നുണ്ടായാൽ ഫലം കാണുമെന്ന കാര്യത്തിൽ തർക്കമില്ല. ആഭ്യന്തര രംഗത്ത് കാശ്മീരികളെ കൂടെ നിർത്തിയും അന്താരാഷ്ട്ര രംഗത്ത് പാകിസ്ഥാനെ ഒറ്റപ്പെടുത്തിയും ഭാരതം നടത്തുന്ന നീക്കങ്ങളാണ് പ്രശ്നപരിഹാരത്തിന് തുണയാവുക. കഠിനമായ ഇന്ത്യ വിരുദ്ധത പുലർത്തുന്ന ചെറു ന്യൂനപക്ഷം ഭീകരരെ തുടച്ചു നീക്കാനുള്ള ശേഷി ഇന്ത്യൻ സൈന്യത്തിനുണ്ട്. അതിർത്തി കടന്നുള്ള ഭീകരതയെ നിയന്ത്രണ രേഖ കടന്നും നേരിടാനുള്ള കൃത്യതയാർന്ന നീക്കങ്ങൾ ഉണ്ടാകണം. ഒപ്പം പരാജയപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു ഭീകര രാഷ്ട്രത്തിന്റെ കുതന്ത്രങ്ങളിൽപ്പെട്ട യുക്തിക്കും തന്ത്രത്തിനും ഗ്രഹണം ബാധിക്കാതിരിക്കാൻ അതീവ ശ്രദ്ധയും ആവശ്യമാണ്. സൗദി കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാൻ ഏഷ്യൻ രാജ്യങ്ങളിലെ സന്ദർശനങ്ങളുടെ ഭാഗമായി ഫെബ്രുവരി 20-21 ദിവസങ്ങളിൽ ഇന്ത്യ സന്ദർശിച്ചു. ന്യൂഡൽഹിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേരിട്ടെത്തി അദ്ദേഹത്തെ സ്വീകരിച്ചു. രാഷ്ട്രപതി രാംനാഥ് കോവിന്ദും പ്രധാനമന്ത്രിയും അദ്ദേഹത്തിന് ഔദ്യോഗിക സ്വീകരണം നൽകി. പര്യടനത്തിൽ പാകിസ്ഥാൻ, മലേഷ്യ, ഇന്തോനേഷ്യ, ഇന്ത്യ, ചൈന എന്നീ രാജ്യങ്ങൾ സന്ദർശിക്കാനായിരുന്നു സൽമാൻ രാജകുമാറിന്റെ പദ്ധതി. എന്നാൽ ഇന്തോനേഷ്യ, മലേഷ്യ സന്ദർശനങ്ങൾ പിന്നീട് മാറ്റിവെച്ചു. പാകിസ്ഥാൻ സന്ദർശനം പൂർത്തിയാക്കി സൗദിയിലേക്ക് മടങ്ങിയ അദ്ദേഹം ഇന്ത്യയിലേക്ക് മാത്രമായി യാത്ര തിരിക്കുകയായിരുന്നു. പുൽവാമ ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ പാകിസ്ഥാനിൽ നിന്ന് ഇന്ത്യയിലേക്ക് യാത്ര തിരിക്കുന്നത് തെറ്റായ സന്ദേശം നൽകുമെന്ന വിലയിരുത്തലാണ് സൗദി ഭരണകൂടത്തിനുള്ളത്. അതിനാലാണ് സ്വരാജ്യത്തേക്ക് മടങ്ങിയതിനു ശേഷം തലസ്ഥാനമായ റിയാദിൽ നിന്ന് ദില്ലിയിലേക്കുള്ള യാത്ര ആരംഭിച്ചത്. പുൽവാമ ആക്രമണത്തിനു ശേഷം ഭീകരതയ്ക്കെതിരായ പോരാട്ടത്തിൽ ഇന്ത്യക്ക് ശക്തമായ പിന്തുണ പ്രഖ്യാപിച്ച് സൗദി അറേബ്യ രംഗത്ത് വന്നിരുന്നു. കൂടിക്കാഴ്ചയ്ക്ക് ശേഷം മോദിയും മുഹമ്മദ് ബിൻ സൽമാനും പുറപ്പെടുവിച്ച സംയുക്ത പ്രസ്താവനയിൽ ഭീകരതയെ പ്രോത്സാഹിപ്പിക്കുന്ന രാജ്യങ്ങളുടെ മേൽ അന്താരാഷ്ട്ര സമ്മർദ്ദം ശക്തിപ്പെടുത്തേണ്ടത് അനിവാര്യമാണെന്ന് വ്യക്തമാക്കി. ഭീകരതയ്ക്കെതിരെ ഇന്ത്യ നടത്തുന്ന യുദ്ധത്തിൽ സൗദി അറേബ്യയുടെ പിന്തുണ അറിയിച്ച സൽമാൻ ഇന്ത്യയുമായി ഇന്റലിജൻസ് വിവരങ്ങൾ പങ്കുവയ്ക്കുമെന്ന് പ്രഖ്യാപിച്ചു. ഇന്ത്യയുടെ ഏറ്റവും മൂല്യമേറിയ തന്ത്രപരമായ പങ്കാളി രാജ്യങ്ങളിലൊന്നാണ് സൗദി അറേബ്യയെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. പരിധികളില്ലാത്ത അവസരങ്ങളാണ് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സഹകരണത്തിനുള്ളതെന്ന് മുഹമ്മദ് ബിൻ സൽമാനും വ്യക്തമാക്കി. $100 ബില്യൺ വരുന്ന വമ്പൻ നിക്ഷേപാവസരമാണ് ഇന്ത്യയിലുള്ളതെന്ന് പറഞ്ഞ അദ്ദേഹം ഇതിനകം $44 ബില്യൺ നിക്ഷേപം നടത്തിയതായി ചൂണ്ടിക്കാട്ടി. അടിസ്ഥാന സൗകര്യ വികസനം, ഊർജം, വിനോദസഞ്ചാരം, വിവരസാങ്കേതിക വിദ്യ, മീഡിയ എന്നീ മേഖലകളിൽ 5 ഉഭയകക്ഷി കരാറുകളിൽ ഇരു രാജ്യങ്ങളും ഒപ്പുവച്ചു. സൗദി ദേശീയ എണ്ണ കമ്പനിയായ അരാംകോയുടെ നേതൃത്വത്തിൽ മഹാരാഷ്ട്രയിൽ നിർമ്മിക്കുന്ന രത്നഗിരി റിഫൈനറിയിൽ $44 ബില്യൺ നിക്ഷേപിക്കുന്നത്. കർഷക പ്രക്ഷോഭത്തെ തുടർന്ന് പദ്ധതിക്കായുള്ള ഭൂമി ഏറ്റെടുക്കൽ തടസ്സപ്പെട്ടുവെങ്കിലും ഈ പദ്ധതിയിൽ പ്രതീക്ഷയാണുള്ളതെന്ന് മുഹമ്മദ് ബിൻ സൽമാൻ പറഞ്ഞു. ഇതിനിടെ പാകിസ്ഥാന് $2000 കോടി നൽകുകയും അവരുടെ ഭീകരവിരുദ്ധ നടപടികളെ പ്രശംസിക്കുകയും ചെയ്ത മുഹമ്മദ് ബിൻ സൽമാനെ പ്രധാനമന്ത്രി വിമാനത്താവളത്തിലെത്തി സ്വീകരിച്ചതിനെതിരെ പ്രതിപക്ഷവും വിവിധ രാഷ്ട്രീയ പാർട്ടികളും വിമർശനവുമായി രംഗത്ത് വന്നു. ചൈന പാകിസ്ഥാൻ ഇടനാഴിയുടെ ഭാഗമായി ഗുദാർ തുറമുഖത്ത് $10 ബില്യൺ എണ്ണ ശുദ്ധീകരണശാല നിർമ്മിക്കാൻ സൗദിയും പാകിസ്ഥാനും ധാരണയായി. പാക് നിയന്ത്രിത കാശ്മീരിലൂടെ കടന്നുപോകുന്ന ചൈന പാകിസ്ഥാൻ ഇടനാഴി ഇന്ത്യയുടെ പരമാധികാരത്തെ ചോദ്യം ചെയ്യുന്നതാണെങ്കിലും ഇക്കാര്യത്തിൽ എതിർപ്പൊന്നും ഇന്ത്യ ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല. 41 ലക്ഷത്തോളം ഇന്ത്യക്കാരുള്ള സൗദി അറേബ്യയുമായി നിലവിലുള്ള നൂറ്റാണ്ടുകളുടെ ഊഷ്മളമായ ബന്ധത്തെ ശക്തിപ്പെടുത്തുന്നതിനാണ് ഇന്ത്യ മുൻതൂക്കം നൽകുന്നത്. മാത്രമല്ല, ഏഷ്യൻ മേഖലയിൽ നിക്ഷേപത്തിന്
സൗദി അറേബ്യ പ്രഥമ പരിഗണന നൽകുന്നത് ഇന്ത്യക്കാർക്കാണ്. ഇക്കാര്യം സൗദി ഇന്ധനകാര്യമന്ത്രി ഖാലിദ് അൽ ഹലീഹ് വ്യക്തമാക്കുകയും ചെയ്തു. ഈ സാഹചര്യത്തിൽ പാകിസ്ഥാൻ വിഷയം ഉന്നയിച്ച സൗദി അറേബ്യയുമായുള്ള സൗഹൃദത്തിൽ അസ്വാരസ്യങ്ങൾ ഉണ്ടാക്കാൻ ഇന്ത്യ തയ്യാറല്ലെന്ന യുക്തിസഹമായ നിലപാടാണ് ഇന്ത്യൻ ഭരണകൂടം സ്വീകരിച്ചത്. ഏതായാലും പശ്ചിമേഷ്യയിലെയും ആഫ്രിക്കയിലെയും വിപണികളിൽ കൂടുതൽ വളർച്ച ലക്ഷ്യമിടുന്ന ഭാരതത്തിന് സൗദിയുമായുള്ള ബന്ധം ഏറെ ഗുണം ചെയ്യും എന്നതിൽ സംശയമില്ല. കുട്ടികളിലെ പൊണ്ണത്തടിയും അമിതഭാരവും ആഗോള പ്രശ്നമാകുന്നു. 21ാം നൂറ്റാണ്ടിലെ ഏറ്റവും ഗുരുതരമായ പൊതുജനാരോഗ്യ പ്രശ്നമാണിതെന്ന് ലോകാരോഗ്യ സംഘടന ചൂണ്ടിക്കാട്ടുന്നു. 2025ഓടെ 5 വയസ്സിൽ താഴെയുള്ള 70 ദശലക്ഷം കുഞ്ഞുങ്ങൾ പൊണ്ണത്തടിയന്മാരായി മാറുമെന്നാണ് കണക്ക്. നിലവിൽ ഈ പ്രായത്തിലുള്ള 22 ദശലക്ഷം കുഞ്ഞുങ്ങൾ പൊണ്ണത്തടിയന്മാരാണ്. കുട്ടികളിലെ പൊണ്ണത്തടി ഓരോ രാജ്യങ്ങളിലും വ്യത്യസ്തമാണ്. സ്പെയിനിലെ 3 കുട്ടികളിൽ ഒരാൾക്ക് അമിതവണ്ണമോ പൊണ്ണത്തടിയോ ഉണ്ടെന്ന് ലോകാരോഗ്യ സംഘടന നടത്തിയ സർവേ വെളിപ്പെടുത്തി. അമേരിക്കയിൽ കഴിഞ്ഞ 30 വർഷത്തിനിടയിൽ 6നും 11നും ഇടയിൽ പ്രായമുള്ള പൊണ്ണത്തടിയന്മാരുടെ എണ്ണം 3 ഇരട്ടിയായി വർദ്ധിച്ചു. വികസ്വര രാജ്യങ്ങളിലും ഇതൊരു പ്രശ്നമായിരിക്കുകയാണ്. പസഫിക് ദ്വീപ് രാജ്യങ്ങളായ നൗറു, കുക്ക് എന്നിവിടങ്ങളിലെ കുട്ടികളാണ് ഏറ്റവും ശരീരഭാരമുള്ളവർ. ഏറ്റവും കുറഞ്ഞ ശരീരഭാരമുള്ള കുട്ടികൾ എത്യോപ്യയിലാണ്. പാരമ്പര്യവും ഹോർമോണും കുട്ടിക്കാലത്തെ പൊണ്ണത്തടിക്ക് കാരണമായേക്കാം. എന്നാൽ അമിതാഹാരവും വേണ്ടത്ര പോഷണങ്ങൾ ഇല്ലാത്ത കൃത്രിമ ആഹാരത്തിന്റെയും പാനീയങ്ങളുടെയും ഉപയോഗവും കായികാധ്വാനമില്ലായ്മയുമാണ് കുട്ടികളിൽ അമിതവണ്ണത്തിന് മുഖ്യ കാരണമെന്ന് ലോകാരോഗ്യ സംഘടനകളുടെ പഠനം വ്യക്തമാക്കുന്നു. ടെലിവിഷൻ, മൊബൈൽ ഫോൺ, കമ്പ്യൂട്ടർ എന്നിവയുടെ അമിത ഉപയോഗം, ഉറക്കമില്ലായ്മ, വിവിധതരം മരുന്നുകളുടെ ഉപയോഗം എന്നിവയും പൊണ്ണത്തടിക്ക് കാരണമാകുന്നുണ്ട്. പഴവും പച്ചക്കറിയും അടക്കമുള്ള ജൈവ ഭക്ഷണക്രമം ശീലിക്കുകയും കൃത്യമായി വ്യായാമം ചെയ്യുകയുമാണ് ഈ പ്രശ്നം പരിഹരിക്കാനുള്ള എളുപ്പവഴി. ഏതായാലും പൊണ്ണത്തടി മൂലം മാതാപിതാക്കൾക്ക് മുമ്പേ മരിക്കുന്ന ഒരു തലമുറ നമ്മുടെ മുന്നിൽ വളർന്നു വന്നിരിക്കുന്നു. ഈ ആഗോള പ്രശ്നം പരിഹരിക്കാൻ അടിയന്തരമായ ഇടപെടലുകൾ വേണമെന്നാണ് ലോകാരോഗ്യ സംഘടനയുടെ അഭ്യർത്ഥന. മലയാളത്തിൽ സ്മാർട്ടാകാൻ ദുബായിലെ സ്മാർട്ട് പോലീസ് സ്റ്റേഷൻ. ജുമൈറയിലെ സമ്പൂർണ്ണ സ്മാർട്ട് പോലീസ് സ്റ്റേഷൻ കിയോസ്കുകളിൽ മലയാള ഭാഷ ഉൾപ്പെടുത്താൻ തീരുമാനമായി. കിയോസ്കുകളിൽ ഉൾപ്പെടുത്തിയ ആദ്യ ഇന്ത്യൻ ഭാഷയാണ് മലയാളം. പോലീസ് സേവനങ്ങൾക്കായുള്ള ലോകത്തിലെ തന്നെ ആദ്യത്തെ സമ്പൂർണ്ണ സ്മാർട്ട് ഡിജിറ്റൽ പോലീസ് സ്റ്റേഷനാണ് ദുബായിലെ ജുമൈറയിലേത്. മനുഷ്യ സാന്നിധ്യമില്ലാതെ പൂർണ്ണമായും ഓട്ടോമേഷൻ സംവിധാനത്തിലാണ് ജുമൈറ പോലീസ് സ്റ്റേഷൻ പ്രവർത്തിക്കുന്നത്. കൺട്രോൾ റൂമിൽ പരാതികൾ ബോധിപ്പിക്കുവാനും പോലീസ് ഉദ്യോഗസ്ഥരുമായി സംസാരിക്കുവാനും പ്രശ്നങ്ങൾ പരിഹരിക്കാനും കാണുവാനുമുള്ള സംവിധാനങ്ങൾ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. 5 നക്ഷത്ര നിലവാരത്തിലുള്ള ഈ സ്റ്റേഷനിൽ എത്തുന്നവർക്ക് സിനിമ കാണാനും ട്രെഡ്മില്ലിൽ വ്യായാമം ചെയ്യുവാനുമൊക്കെയുള്ള സൗകര്യങ്ങളുണ്ട്. UAE പൗരന്മാർക്ക് മാത്രമല്ല, രാജ്യം സന്ദർശിക്കുന്ന ടൂറിസ്റ്റുകൾക്കും പരാതി നൽകാനും പരിഹാരം നേടാനും സാധിക്കും. കഴിഞ്ഞ ഫെബ്രുവരി 15-16 തീയതികളിൽ ദുബായിൽ നടന്ന ലോക കേരള സഭയുടെ മിഡിൽ ഈസ്റ്റ് മേഖലാ സമ്മേളനത്തിന്റെ ഭാഗമായി കേരള മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ ജുമൈറ പോലീസ് സ്റ്റേഷൻ സന്ദർശിക്കുകയുണ്ടായി.
ഈ അവസരത്തിലാണ് മലയാള ഭാഷ കിയോസ്കുകളിൽ ഉൾപ്പെടുത്താൻ തീരുമാനമായത്. വരും വാരത്തെ ലോകവിശേഷങ്ങളുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.